ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡപ്പ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്, CNS ആക്ടിങ് ഡ്രഗ്സ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിലുള്ള പല ഡ്രഗുകളും അല്ലെങ്കിൽ പല ഡ്രഗ്സിൻ്റെയും ഫീച്ചേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ വലിയ പാടായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ SAR എത്തുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും. അപ്പോൾ മിക്കവാറും SAR ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ 10 മാർക്കിന് ചോദിച്ച ഒരു ചരിത്രമുണ്ട്. ഫസ്റ്റ് 4th സെമ്മിൽ 10 മാർക്കിന് SAR ചോദിച്ച ചരിത്രമുണ്ട്. സോ നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SAR പഠിക്കുന്ന സമയത്ത് മിനിമം 10-11 പോയിന്റ്സ് പഠിക്കുക, ഡിഫറെൻറ്റ് പോയിന്റ് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ സ്ട്രക്ചറും വരയ്ക്കാൻ പഠിക്കണം. ഇപ്പോൾ SAR അത്യാവശ്യം വലുതായിട്ടാണ് തന്നിട്ടുള്ളത്. എന്നാൽ തന്നെയും ചിലപ്പോൾ നിങ്ങൾക്ക് ആ 10 പോയിന്റ് പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 15 പോയിന്റ് പഠിക്കുക, 15 സിമ്പിൾ പോയിന്റ്സ് പഠിക്കുക, പ്ലസ് ഒരു 3-4 സ്ട്രക്ചേഴ്സ് പഠിക്കുക. സോ ബാർബിറ്റുറേറ്റ്സിനും ബെൻസോഡൈസപ്പീൻസിനും ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ബ്രീഫ് ചെയ്ത് രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാർബിറ്റുറേറ്റ്സിനും ബെൻസോഡൈസപ്പീൻസിനും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ SAR എഴുതാമെന്നും പറയുന്നുണ്ട്. പിന്നെ ബ്രീഫ് നോട്ടും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് ഹിപ്നോട്ടിക്, എന്താണ് സെഡേറ്റീവ് എന്ന് അറിയണം. സോ അതിന് മുന്നേ എന്താണ് സ്ലീപ്പ് എന്ന് പറയണം കേട്ടോ. സ്ലീപ്പ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം നിങ്ങൾ എന്തായാലും ഫാർമക്കോളജിയിലൊക്കെ നിങ്ങൾ സ്ലീപ്പ് എന്തൊക്കെയാണ്, NRM പിന്നെ REM സ്ലീപ്പൊക്കെ നിങ്ങൾ പഠിച്ചു ഞാൻ വിശ്വസിക്കുന്നു. സോ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഹിപ്നോട്ടിക് സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ അനിയൻ ബന്ധമാണ് കേട്ടോ. അത് നമ്മൾ സെഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉറക്കം എന്നൊരു സംഭവം ഇല്ല, നമ്മുടെ എക്സൈറ്റ്മെന്റ് കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഹിപ്നോട്ടിക് അങ്ങനെയല്ല, നമുക്ക് നാച്ചുറൽ സ്ലീപ്പ് തരും. ഹയർ ഡോസിൽ ഹിപ്നോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറൽ അനസ്തേഷ്യ കിട്ടും, നമുക്ക് സർജറീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് ഇതിലുള്ളത്. നമുക്ക് ഇത്രയും നോക്കേണ്ട ആവശ്യമുള്ളൂ, അധികം കൂടുതൽ നോക്കണ്ട. നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയും മാത്രം മതി. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹിപ്നോട്ടിക് സെഡേറ്റീവിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ബാർബിറ്റുറേറ്റ്സ് എന്നും നോൺ ബാർബിറ്റുറേറ്റ്സ് എന്നുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ബാർബിറ്റുറേറ്റ്സ് ആണെങ്കിൽ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ കള്ളക്കോഡ് കൊടുത്തിരിക്കുന്ന ഡ്രഗ്സ് മാത്രമേ ആസ് പെർ സിലബസ് പറയാനുള്ളൂ. ബാർബിറ്റുറേറ്റ്, ഫിനോബാർബിറ്റോൺ, മെഫോബാർബിറ്റോൺ, പെൻഡോബാർബിറ്റോൾ ആൻഡ് സെക്കോബാർബിറ്റോൾ. സോ ഈ ക്ലാസിഫിക്കേഷൻ ലോങ് ആക്ടിങ്ങും ഇന്റർമീഡിയറ്റും ഷോർട്ട് ആക്ടിങ്ങും അൾട്രാ ഷോർട്ട് ആക്ടിങ്ങും പഠിച്ചു വെക്കുക. കാര്യം ബാർബിറ്റുറേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ട് എനി 2 ഡ്രഗ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ എഴുതാൻ ബാധ്യസ്ഥരുമാണ്. 2 എക്സാമ്പിൾ എഴുതാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 2 ഡ്രഗ്സ് എങ്കിലും പഠിക്കാത്തതിൽ നിന്ന് പഠിക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ബാർബിറ്റുറേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പലയിടത്തും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് നോൺ ബാർബിറ്റുറേറ്റ്സ് ആണ്. സോ നോൺ ബാർബിറ്റുറേറ്റ്സിന് ബെൻസോഡൈസപ്പീൻസ് എന്നും മിസലിനിസ് എന്നും കാറ്റഗറി ഉണ്ട്. സോ നോൺ ബാർബിറ്റുറേറ്റ്സ് സെപ്പറേറ്റ് ആണ്, മിസലിനിസ് സെപ്പറേറ്റ് ആണ്, ക്ലബ് ആവണ്ട. സോ നോൺ ബാർബിറ്റുറേറ്റ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ബെൻസോഡൈസപ്പീൻ ഡെറിവേറ്റീവ്സ് ആണ്. ക്ലോഡൈസപ്പോക്സൈഡ്, ഡൈസപ്പം ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്സാസപ്പം, ക്ലോറാസപ്പേറ്റ് ആൻഡ് സോൾപ്പഡിയം, അൽപ്രാസോളാം ആൻഡ് ലൊറാസപ്പാം ആണ്. മിസലേനിയസിൽ ആൽഡിഹൈഡ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, പരാൾഡിഹൈഡും ട്രൈക്ലോസോഡിയവും. അമൈഡ്സ് ആൻഡ് ഇമൈഡ്സ് അല്ലെങ്കിൽ പൈപ്രിഡിൻ ഡെറിവേറ്റീവിന് ഗ്ലൂട്ടത്തമൈഡ് ആൻഡ് മെത്പൈർലോൺ ആണ്. ആൽക്കഹോൾ ആൻഡ് ദിയർ കാർബമേറ്റ് ഡെറിവേറ്റീവ് മെപ്രോബമേറ്റ്. സോ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ തറവായിട്ട് പഠിക്കുക, കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പല ഭാഗങ്ങളിലും നമ്മൾ ഈ ബാർബിറ്റുറേറ്റ്സ് നോൺ ബാർബിറ്റുറേറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇറ്റ്സ് ഹാവിങ് എ റിലവൻറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നോർമലി ബാർബിറ്റുറേറ്റ്സും ബെൻസോഡൈസപ്പീൻസും ചെയ്യുന്നതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഹയർ ഡോസിലാണെങ്കിൽ ഗാബ റിസപ്റ്ററിനെയാണ് ബൈൻഡ് ചെയ്യുക. അതുമാത്രമല്ല, എന്നിട്ട് ഗാബ ആക്ഷൻ അല്ലെങ്കിൽ ഗാബ ലൈക്ക് ആക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുക. സോ ബാർബിറ്റുറേറ്റ്സ് ഡ്യൂറേഷൻ കൂട്ടുകയും ബെൻസോഡൈസപ്പീൻസ് ക്ലോറിൻ ചാനലിൻ്റെ ഫ്രീക്വൻസി, ഓപ്പണിംഗ് ഫ്രീക്വൻസി കൂട്ടുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ബാർബിറ്റുറേറ്റ്സ് എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ചാനൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുകയും ബെൻസോഡൈസപ്പീൻസ് ക്ലോറിൻ ചാനലിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ മെംബ്രൻ ഹൈപ്പർ പോളറൈസേഷൻ ലീഡ്സ് ടു CNS ഡിപ്രഷൻ. സോ നമ്മളിത് ഓൾറെഡി നമ്മൾ ജനറൽ അനസ്തേഷ്യയിലായാലും അല്ലെങ്കിൽ അങ്ങനെ പല ഭാഗങ്ങളിലും ഡ്രഗ്സ് ആക്ടിങ് ഓൺ CNSനകത്ത് പലയിടത്തും നമ്മൾ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലിയും പറഞ്ഞിട്ടുണ്ട്. സോ അത് പഠിച്ചിട്ട് ഇത് പഠിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഐഡിയ കിട്ടും കേട്ടോ. സോ ബ്രീഫ് നോട്ടും കൂടെ നോക്കുക, ഭയങ്കര സിമ്പിളായിട്ട് ബ്രീഫ് നോട്ടും കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈ സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ട് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കാൻ ചിലപ്പോൾ ടൈം എടുത്തെന്ന് വരാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ബ്രീഫ് ചെയ്ത് ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഐഡിയ കിട്ടും. ബ്രീഫ് നോട്ടും കൂടെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ.
സോ ഫസ്റ്റ് വൺ ഈസ് ഹിപ്നോട്ടിക് ആക്ടിവിറ്റി. നമുക്കറിയാം എന്താണ് ബാർബിറ്റുറേറ്റ്സ് ഹയർ ഡോസിൽ കൊടുത്താൽ ഹിപ്നോട്ടിക് ആക്ടിവിറ്റി കിട്ടും. സോ സൈഡ് ചെയിൻ പൊസിഷൻ 5 ഈസ് എസെൻഷ്യൽ ഫോർ ആക്ടിവിറ്റി. സോ സൈഡ് ചെയിനിൽ പൊസിഷൻ 5 എസെൻഷ്യൽ ആണ്. ഇനി അത് മാത്രമല്ല, ബോത്ത് ദ ഹൈഡ്രജൻ ആറ്റം അറ്റ് ദ 5th പൊസിഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ്. സോ 5ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യണം. This may be because if one of the hydrogen atom is available at 5th position, ketoenol ടോട്ടോമെറിസം ഈസ് പോസിബിൾ. സോ ഇവിടെ ഹൈഡ്രജൻ ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ കീറ്റോയിനോൾ ടോട്ടോമെറിസം ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, സൈഡ് ചെയിനിൽ 5th പൊസിഷൻ നമുക്ക് അത്യാവശ്യമാണ്. സോ ബോത്ത് ഹൈഡ്രജൻ ആറ്റം അറ്റ് ദ 5th പൊസിഷൻ റിപ്ലേസ് ചെയ്യണം. സോ അതുമാത്രമല്ല, എന്തിനു മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കീറ്റോയിനോൾ ടോട്ടോമെറിസം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. സോ ഇഫ് ലോ ആൽക്കിൽ ഗ്രൂപ്പ് ആർ അറ്റാച്ച്ഡ് ടു 5th പൊസിഷൻ, ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ വൺ സെറ്റ് ഓഫ് ആക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. സോ നമ്മൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു, അതിന് പകരം ലോ ആൽക്കിൽ ഗ്രൂപ്പാണ് 5th പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ലോ ആൽക്കൈൽ കോസ് ലിപ്പോഫിലിസിറ്റി ആൻഡ് ആൻ എബിലിറ്റി ടു ക്രോസ് BBB. സോ നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നതാണ് CNS ഡ്രഗുകളുടെ റിലവൻസി. അല്ലെങ്കിൽ ഒരു CNS ഡ്രഗ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ലോ ആൽക്കൈൽ ഗ്രൂപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ലിപ്പോഫിലിസിറ്റി കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, BBB ക്രോസ് ചെയ്യുന്നു. എളുപ്പമല്ലേ? സോ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, 5th പൊസിഷൻ എസെൻഷ്യൽ ആണ്. 2 ഹൈഡ്രജൻ റിപ്ലേസ് ചെയ്താൽ നന്നായിരിക്കും. ലോ ആൽക്കിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണം 5th. അത് മാത്രമല്ല, നമ്മൾ എന്താ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ BBB ക്രോസ് ചെയ്യുന്നുള്ളതാണ്. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, കീറ്റോയിനോൾ ടോട്ടോമെറിസം പോസിബിൾ ആണ്. ഓക്കെ അല്ലേ, പഠിച്ചു. സോ പൊട്ടൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ലെങ്ത് ഓഫ് സൈഡ് ചെയിൻ അറ്റ് പൊസിഷൻ 5 ഇൻഫ്ലുവൻസ് പൊട്ടൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ 5th ഇരിക്കുന്ന പൊസിഷനിലുള്ള സൈഡ് ചെയിൻ്റെ ലെങ്ത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും പൊട്ടൻസിനും നിർണ്ണയിക്കും എന്നുള്ളതാണ്. അപ്പോൾ 5th പൊസിഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. So secobarbital and thymolol are slightly more potent than phenobarbital and thiopental respectively. So example ആണ്. So more rapid onset and short duration of action. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, ഒന്ന് പൊട്ടൻസിയും ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും പറഞ്ഞു. ഇനി നമ്മൾ റാപ്പിഡ് onset കൊടുക്കുമ്പോൾ നമുക്ക് റാപ്പിഡായിട്ട് അബ്സോർബ് ചെയ്ത് നമുക്കത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എമൗണ്ട് എത്തിക്കുന്നു. റാപ്പിഡ് onset അല്ലെങ്കിൽ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ടർ ഡ്യൂറേഷനിൽ ആക്കുന്നത്. സോ സൾഫർ ഇൻസ്റ്റെഡ് ഓഫ് ഓക്സിജൻ ആറ്റം അറ്റ് പൊസിഷൻ 2 ഹാസ് മോർ റാപ്പിഡ് onset ഓഫ് ആക്ഷൻ ബട്ട് ഷോർട്ടർ ഡ്യൂറേഷൻ. സോ ഓക്സിജനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയുന്നത് പൊസിഷൻ 2 നിന്ന് മാറ്റി സൾഫറിന് വരുവാണെങ്കിൽ മോർ റാപ്പിഡ് ആക്ഷനും കിട്ടും, ഷോർട്ടർ ഡ്യൂറേഷനും ആയിരിക്കും. സോ തയമൈൽ ആൻഡ് തയോപെന്റൽ ഹാവ് മോർ റാപ്പിഡ് onset ആൻഡ് ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ദാൻ സെക്കോബാർബിറ്റോൾ ആൻഡ് പെൻറ്റോബാർബിറ്റോൾ. സോ എക്സാമ്പിൾ ആണ്. സോ ഇൻക്രീസ്ഡ് ഇൻസിഡൻറ്റ് ഓഫ് എക്സൈറ്റേറ്ററി സൈഡ് എഫക്ട്, methylation at position 1 enhance excitatory side effect. സോ അതായത് പൊസിഷൻ 1 മീഥൈലൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, എക്സൈറ്റേറ്ററി സൈഡ് എഫക്റ്റ് വരുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ പഠിച്ചു. പൊട്ടൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്താ പറഞ്ഞത്, 5ാമത്തെ സൈഡ് ചെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. നീളം കൂടുന്തോറും പൊട്ടൻസി, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഇനി അത് മാത്രമല്ല, നെക്സ്റ്റ് റാപ്പിഡ് onset, ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പറഞ്ഞു, സൾഫർ ഓക്സിജന് പകരം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാപ്പിഡ് ആക്ഷൻ കിട്ടും. 2 എക്സൈറ്റേറ്ററി സൈഡ് എഫക്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ പൊസിഷൻ 1 അല്ലെങ്കിൽ കൂടാൻ ചാൻസ് ഉണ്ട് മീഥൈലേഷൻ നടക്കുവാണെങ്കിൽ പൊസിഷൻ 1. സോ ഇത്രയുമാണ് ഇവിടെ നിന്ന് പഠിച്ച സിമ്പിൾ പോയിന്റ്സ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയാണ്. ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് എക്സൈറ്റേറ്ററി സൈഡ് എഫക്ട്, മീഥൈലേഷൻ അറ്റ് പൊസിഷൻ 1 എൻഹാൻസ് എക്സൈറ്റേറ്ററി സൈഡ് എഫക്ട്. ആ സെയിം പോയിന്റ് തന്നെ കേട്ടോ. സോ ഇൻക്രീസ്ഡ് പൊട്ടൻസി റേറ്റ് ഓഫ് onset ആൻഡ് ഷോർട്ടർ ആക്ഷൻ. സോ നമ്മൾ പൊട്ടൻസി കൂട്ടുന്നു, onsetന്റെ റേറ്റ് കൂട്ടുന്നു, ഷോർട്ടർ ആക്ഷൻ ആക്കുന്നു. സോ ജനറലി ആൻ ഇൻക്രീസ് ഇൻ ദ ലിപ്പോഫിലിസിറ്റി ഓഫ് ദ കോമ്പൗണ്ട് റിസൾട്ട് ഇൻ മോർ onset ഓഫ് ആക്ഷൻ അക്കമ്പനി വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പൊട്ടൻസി. നമുക്ക് എല്ലാവർക്കും അറിയാം, ലിപ്പോഫിലിക്കായ ഡ്രഗുകൾക്ക് നമുക്ക് നമ്മളെ ബോഡി ഏറ്റവും അക്സെപ്റ്റബിൾ ആണ് അല്ലെ, ലിപ്പോഫിലിക് ആണെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ വാട്ടർ ലവിങ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോഫിലിക് ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് നമ്മളെ ബോഡിക്ക് ബേസിക്കലി ഇഷ്ടമല്ല. ലിപ്പോഫിലിക് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ് ചെയ്യാനും. സോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്താൽ മാത്രമേ ഒരു ഡ്രഗിന്റെ പൊട്ടൻസി നമുക്ക് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ഓഫ് ഡ്രഗ് ബ്രെയിനിലേക്ക് എത്തി നമുക്ക് പറയാൻ പറ്റൂ. സോ ലിപ്പോഫിലിസിറ്റി കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, റേറ്റ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് വൺ സെറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലേ. സോ ഓട്ടോമാറ്റിക്കലി പൊട്ടൻസി കൂടും എന്നുള്ളതാണ്. സോ ലിപ്പോഫിലിസിറ്റി ഒരു കാരണമാണ്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് പോളാർ ഗ്രൂപ്പ്, അതായത് ഹൈഡ്രോക്സിൽ, കീറ്റോ, അമിനോ, കാർബോക്സിൽ ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇൻറ്റു കാർബൺ 5 ആൽക്കൈൽ സൈഡ് ചെയിൻ മേക്സ് ദ കോമ്പൗണ്ട് മോർ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ. സോ നമ്മൾ കാർബൺ 5 ആൽക്കൈൽ സൈഡ് ചെയിനിൽ നമ്മൾ ഈ പോളാർ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ ആകും എന്നുള്ളതാണ്. ഡ്യൂ ടു പോളാർ നേച്ചർ ഹൈഡ്രോഫിലിക് ബാർബിറ്റുറേറ്റ് ഡു നോട്ട് ഡിസോൾവ് ഇൻ മൈക്രോസോമൽ മെംബ്രെയിൻ ഓഫ് ലീവർ ആൻഡ് ആർ എക്സ്ക്രീറ്റഡ്. സോ ഈ ഒരു ഹൈഡ്രോഫിലിക് ബാർബിറ്റുറേറ്റ് ആകുമ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഹൈഡ്രോഫിലിക് നേച്ചർ ആകുമല്ലോ പോളാർ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുമ്പോൾ. സോ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രോഫിലിക് ബാർബിറ്റുറേറ്റ്സ് ആയി കഴിഞ്ഞാൽ ഇത് മൈക്രോസോമിൽ മെംബ്രെയിനുമായിട്ട് ഡിസോൾവ് ആവാതെ എന്ത് ചെയ്യുന്നു, എക്സ്ക്രീറ്റ് ആയി പോകുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ നേരത്തെ ഞാൻ പറഞ്ഞൊരു ഡിഫറൻസ്. അപ്പോൾ ലിപ്പോഫിലിക് ആണെങ്കിൽ മാത്രമേ ബോഡിയിൽ നമുക്ക് എമൗണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര ഉണ്ട് അല്ലെങ്കിൽ ഇത്ര നമുക്ക് അവൈലബിൾ ആണെന്ന് പറയാൻ പറ്റും. So branched cyclic or unnatural side chain at C5 position generally reduce the duration of action. So branch ആവുകയോ സൈക്ലിക് ആവുകയോ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റ് സൈഡ് ചെയിൻ ആവുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറയും. സോ ലോങ് ചെയിൻ ആണെങ്കിൽ നല്ലത് അല്ലേ. സോ ഡ്യൂ ടു ആൻ ഇൻക്രീസ്ഡ് ഈസ് ഓഫ് മെറ്റബോളൈറ്റ് കോൺവേഴ്സേഷൻ ടു മോർ പോളാർ ഇനാക്റ്റീവ് മെറ്റബോളൈറ്റ്. സോ അത് മാത്രമല്ല, ഈ മെറ്റാബോളിക് കൺവേർഷൻ പോളാറിലേക്കാണ് മാറുന്നതെങ്കിൽ മെറ്റബോളൈറ്റ്സ് ഇനാക്റ്റീവ് ആവും എന്നുള്ളതാണ്. സോ ഒന്നും കൂടെ പറയാം, ഇതിനകത്തുള്ളത് എല്ലാം കൂടെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് മീഥൈലൈസേഷൻ. എന്താണ്? എക്സൈറ്ററി സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. രണ്ടെന്താണ്? നമ്മൾ ലിപ്പോഫിലിക് ആണെങ്കിൽ കൂടുതൽ വൺ സെറ്റ് ഓഫ് ആക്ഷൻ, ഷോർട്ടർ ആക്ഷൻ ആൻഡ് പൊട്ടൻസി കൂടും. ആൻഡ് പോളാർ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോഫിലിക് നേച്ചർ ആകും, മൈക്രോസോമൽ മെംബ്രെയിനുമായിട്ട് എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആവില്ല, എക്സ്ക്രീറ്റ് ആയി പോകുന്നു. ഇനി ബ്രാഞ്ച്ഡോ സൈക്ലിക്കോ അൺസാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറയും എന്നുള്ളതാണ്. അത്രയും മാത്രമേ ഉള്ളൂ ഇതെടുക്കാനുള്ള പോയിന്റ്സ്. ഭയങ്കര സിമ്പിൾസ്. സോ നെക്സ്റ്റ് വൺ ഈസ് SARന്റെ ബാക്കിയാണ്. സോ ഇതൊരു എക്സ്ട്രാ പോയിന്റ് അഡീഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. കാരണം ഓൾറെഡി തന്നെ നമ്മളൊരു 10-20 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ സ്റ്റീറോ ഐസോമറിസം പറയുവാണ്. ഇപ്പോൾ L ഐസോമറും ഉണ്ട്, D ഐസോമറും ഉണ്ട് അല്ലേ. സോ L ഐസോമർ ആണെങ്കിൽ ത്രൂ ദിയർ L ഐസോമർ ആർ നിയർലി ട്വൈസ് as potent as their D ഐസോമർ. സോ D ഐസോമറിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ L ഐസോമർ കൂടുതലാണ്, ലീവോ ആൻഡ് ഡെക്സ്ട്രോ. സോ ബാർബിറ്റുറേറ്റ്സ് ആർ മാർക്ക്ഡ് ആസ് റസമിക് മിക്സ്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാർബിറ്റുറേറ്റ്സിനെ റസമിക് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇക്വിമോളാർ ഓഫ് ലീവോ ആൻഡ് ഡെക്സ്ട്രോ, അതിനാണ് നമ്മൾ റസമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി 4th സെമ്മിൽ ഓർഗാനിക്കലി പഠിച്ചതാണ് അല്ലേ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റീറോ ഐസോമേഴ്സ്. സോ ആൻഡ് മെത്തോഹെക്സൽ ഹാസ് 2 അസിമെട്രിക് കാർബൺ ആറ്റം. സോ എക്സസ് ഹാസ് 4 സ്റ്റീറോ ഐസോമർ. സോ മെത്തോഹെക്സറ്റാണ് 4 അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഇത് 4 സ്റ്റീറോ ഐസോമേഴ്സ് ആണ് ഇരിക്കുന്നത്. സോ ബാക്കി വരുന്ന പോർഷൻസ് പഠിക്കണം നിർബന്ധമില്ല, ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാര്യം ഏകദേശം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റുകൾ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് കിട്ടുന്ന സമയത്ത് റെഫർ ചെയ്യാം കേട്ടോ. കാര്യം ഇത്രയും നമുക്ക് മതി. ഇത്രയുമാണ് നമുക്ക് ബേസിക്കലി നമ്മൾ ഒരു SAR ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. സോ ഫർദർലി അത് റസം മിക്സ്ചറിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആണ്. സോ അബ്സോർപ്ഷന്റെ കാര്യങ്ങളുമാണ്. സോ അതിന്റെ ആവശ്യമില്ല കേട്ടോ. സോ ഇത്രയുമാണ് നമുക്ക് SAR പറയാനുള്ളത്. സോ നമുക്ക് ഡ്രഗ്സുകൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ബാർബറ്റോൺ സോഡിയം അല്ലെങ്കിൽ ബാർബിറ്റാൽ സോഡിയം ആണ്. സോ വൈറ്റ് ക്രിസ്റ്റലിൻ പൗഡർ ആണ്, കളർലെസ് ലിക്വിഡ് ആണ്. സോ മെഡിസിൻ യൂസസ് സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് എപ്പിലെപ്റ്റിക് സീഷർ. സോ നമ്മൾ സീഷറിനോടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു സിമ്പിൾ ഫിഷ് ഒരു ഓക്സിനെ കൊണ്ടുപോകുന്നു. 2 കണ്ണുള്ള ഫിഷാണ്. പക്ഷേ ഈ ഒരു ഫിഷിന് ഒരു കണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. കാരണം ഇത് കണ്ണ് പൊട്ടനായിട്ട് കടിക്കുക കേട്ടോ. അതായത് ഒരു മീനാണ്, ഇവിടെ ഇത് കണ്ണ് പൊട്ടണമാണ് കേട്ടോ, ഇവിടെ കണ്ണുണ്ട്. സോ അങ്ങനെ പഠിച്ചാൽ മതിയാവും. സോ സിമ്പിളായിട്ട് നിങ്ങൾക്കത് സ്ട്രക്ചർ പഠിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ബാർബിറ്റോണിന്റെ ഒരു ഫുള്ളി ഒരു സിന്തസിസ് ആണ്. സോ യൂറിയ എന്നാണ് ഉണ്ടാക്കുന്നത്. സോ യൂറിയ ആൻഡ് ഡൈ ഈഥൈൽ 2,2 ഡൈ ഈഥൈൽ മലോനേറ്റ് ആണ്. സോ ഇതിൽ നിന്നാണ് നമ്മൾ ബാർബിറ്റോൺ
ഉണ്ടാക്കുന്നു. ബാർബിറ്റോളിൽ നിന്ന് ബാർബിറ്റോൺ സോഡിയം ആണ്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ബാർബിറ്റോൺ ഈസ് പ്രിപ്പയർഡ് ബൈ കണ്ടൻസേഷൻ ഓഫ് യൂറിയ വിത്ത് ഡൈ മെലോണിക് എസ്റ്റർ. സോ കണ്ടൻസേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം എത്തോക്സൈഡ്. സോ ഇവിടെയുള്ള സോഡിയം എത്തോക്സൈഡ് ആണ്. സോ ഇത് എലിമിനേഷൻ ഓഫ് 2 molecule ഓഫ് എത്തനോൾ. സോ 2 molecule ഓഫ് എത്തനോൾ റിമൂവ് ചെയ്യുമ്പോൾ ബാർബിറ്റോൺ സോഡിയം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു സിമ്പിൾ സിന്തസിസ് ആണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ നെക്സ്റ്റ് നമ്മൾ ഓരോ ഡ്രഗുകളുടെ യൂസുകളും ഡ്രഗുകളുടെ സ്ട്രക്ചറേ പറയുന്നുള്ളൂ. സോ ഇവിടെ നോക്കിയാൽ മതി, ഫിനോബാർബിറ്റാൾ, സെക്കോബാർബിറ്റാൾ, മെഫോബാർബിറ്റോൾ, ഫിനോബാർബിറ്റോളിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഭയങ്കര സിമിലർ ആണ്. സൈഡ് ചെയിൻ്റെ അറ്റാച്ച്മെൻറ്റുകളിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ ആ ഡിഫറൻസുകൾ നോക്കി പഠിക്കുക. സോ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കണം, അതിനുശേഷം അറ്റാച്ച്മെൻറ്റുകളുടെ ഡിഫറൻസ് പഠിക്കുക. സോ ഇതാണ് സ്ട്രക്ചർ വരുന്നത്. നമുക്ക് മെഡിസിൻ യൂസ് നോക്കാം. ഫിനോബാർബിറ്റോൺ സോഡിയം ആണെങ്കിൽ വെറ്റിനറി അനസ്തെറ്റിക് ഏജന്റ് ആണ്. ഇൻസോംനിയ, സെഡേറ്റീവ്, ഹിപ്നോട്ടിക് അല്ലെങ്കിൽ ഷോർട്ട് ടേം ബേസൽ അനസ്തെറ്റിക്സ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ സെക്കോബാർബിറ്റോൾ സോഡിയം ആണെങ്കിൽ സ്റ്റാറ്റിക് എപ്പിലെപ്റ്റസ്, പിന്നെ സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, സെഡേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ലോക്കൽ അനസ്തെറ്റിക് ആണ്, ആൻറ്റി കൺവൾസൻറ്റുമാണ്. സോ മെഫോബാർബിറ്റോൺ ഹിപ്നോട്ടിക് ആക്ഷൻ ഉണ്ട്. സോ ആങ്സൈറ്റി, ടെൻഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ആൻറ്റിലെപ്റ്റിക് മാനേജ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഫിനോബാർബിറ്റോൺ ആണ്, സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്, ഡ്രഗ് ചോയ്സ് ഫോർ ഗ്രാൻഡ് മാൽ എപ്പിലെപ്സി ആണ്. പിന്നെ നെർവ് റിലേറ്റഡ് അല്ലെങ്കിൽ ടെൻഷൻ സ്റ്റേറ്റിലൊക്കെ നെർവസിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ്. ഓവർ ഡോസ് കൊടുക്കുവാണെങ്കിൽ കോമ ഉണ്ടാവും, പിന്നെ റെസ്പിറേറ്ററി ഫെയിലർ ഉണ്ടാവും, ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നു, കൊളാപ്സ് ആവുന്നു, റീനൽ ഫെയിലർ ആവുന്നു, പിന്നെ നമുക്ക് തട്ടിപ്പോയി നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് റെസ്പിറേറ്ററി കൊളാപ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് ആണ് ലാസ്റ്റ് കേട്ടോ, കോമ ഡെത്ത്, അത്രേ ഉള്ളൂ പറയാനായിട്ട്. സോ സിമ്പിൾ ആണ്, ഇത് ബ്രീഫ് നോട്ട് നമ്മൾ കൊടുത്തിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ബെൻസോഡൈസപ്പീൻസ് ആണ്. നമ്മൾ SAR ഓഫ് ബെൻസോഡൈസപ്പീൻസ് നോക്കാൻ പോവാണ്. ഇത് നമ്മൾ ബ്രീഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം. അത് നോക്കിയ ശേഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. സോ നമുക്കറിയാം ഒരു ജനറൽ സ്ട്രക്ചർ ഓഫ് ബെൻസോഡൈസപ്പീൻസ് ഉണ്ട്, അതാണ് നിങ്ങൾ കാണുന്നത്. സോ 7th പൊസിഷൻ, ഓരോ പൊസിഷനായിട്ട് നമ്മൾ പഠിക്കുക. സോ ഫസ്റ്റ് ഈസ് 7th പൊസിഷൻ ആണ്. ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ 7th പൊസിഷൻ ഇസ് റിക്വയർഡ് ഫോർ ഒപ്റ്റിമൽ ആക്ടിവിറ്റി. സോ 7th പൊസിഷനിൽ നമുക്കൊരു ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അത്യാവശ്യമാണ് ഒപ്റ്റിമൽ ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി 6ലോ 8ലോ 9ലോ പൊസിഷൻ ആണെങ്കിൽ ആക്ടിവിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 7ാമത്തെ പൊസിഷനിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ ആക്ടിവിറ്റി കൂടുകയും, ഇനി അവിടെ അതിന് പകരം 6ലോ 8ലോ 9ലോ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ 5th പൊസിഷൻ. സോ ഫിനൈൽ ഗ്രൂപ്പ് ആണ് 5th പൊസിഷനിൽ വെക്കുന്നതെങ്കിൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. എന്താണ്? ഫിനൈൽ ഗ്രൂപ്പ് ആണ്, അവിടെ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ്. സോ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ദ ഫിനൈൽ ഗ്രൂപ്പ് വിത്ത് ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ദ 2nd or the 6th പൊസിഷൻ എൻഹാൻസ് ആക്ടിവിറ്റി. ഇനി 2ാമത്തെയോ 6ാമത്തതിലോ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ഫിനൈൽ ഗ്രൂപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, 5ാമത്തെ പൊസിഷനിൽ ഫിനൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ആക്ടിവിറ്റി കൂടും. ഇനി അതിന് പകരം 2ലോ 6ലോ ഫിനൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരികയാണെങ്കിൽ എൻഹാൻസ് ദി ആക്ടിവിറ്റി. ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂവന്റ് ഈസ് അറ്റ് ദ പാരാ പൊസിഷൻ, ഇനി പാരാ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതെങ്കിൽ ആക്ടിവിറ്റി കുറയുന്നു എന്നുള്ളതാണ്. സോ ഈ പോയിന്റ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പോയിന്റ് നോക്കി വെക്കുക, എളുപ്പമല്ലേ? സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ബോണ്ട് അറ്റ് ദ 4th and 5th പൊസിഷൻ. ഇനി 4ലും 5ലും ഡബിൾ ബോണ്ട് വരുന്ന കാര്യമാണ്. സാച്ചുറേഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് അറ്റ് ദ 4th, 5th പൊസിഷൻ ആക്ടിവിറ്റി ഇൻക്രീസ്. ഇനി 4ാമത്തെയും 5ാമത്തെയും പൊസിഷനിൽ സാച്ചുറേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഡബിൾ ബോണ്ട് സാച്ചുറേഷൻ വരികയാണെങ്കിൽ ആക്ടിവിറ്റി കൂടുന്നു. ഇഫ് ദ ഡബിൾ ബോണ്ട് ഈസ് ഷിഫ്റ്റഡ് ഫ്രം 4th to 5th പൊസിഷൻ ടു 3rd to 4th പൊസിഷൻ, അതായത് 4ലും 5ലും ഉള്ള ഡബിൾ ബോണ്ടിനെ 3ലും 4ലും കൊണ്ടുവരികയാണെങ്കിൽ ആക്ടിവിറ്റി കുറയും. സോ അതായത് 4ലും 5ലും ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഒപ്റ്റിമൽ ആക്ടിവിറ്റി നമുക്ക് കിട്ടും എന്നർത്ഥം. ഇനി അതിനെ മാറ്റി 3ലും 4ലും കൊണ്ടുവരികയാണെങ്കിൽ ആക്ടിവിറ്റി കുറയുന്നു എന്നർത്ഥം. അത് മനസ്സിലായില്ലേ? സോ ഇത്രയുമാണ് ഡബിൾ ബോണ്ടിന്റെ കേസിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത് എന്താണ്, 3rd പൊസിഷനിൽ എങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്.
സോ ആൽക്കൽ ഗ്രൂപ്പ് തേർഡ് പൊസിഷനിൽ വരികയാണെങ്കിൽ ആക്ടിവിറ്റി കുറയും എന്നുള്ളതാണ്, ശ്രദ്ധിക്കണം. ആൽക്കൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ. ഇനി ഒ എച്ച് ഗ്രൂപ്പ് അറ്റ് ദ തേർഡ് പൊസിഷൻ വരികയാണെങ്കിൽ, അത് ഒ എച്ച് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, പ്രസൻസ് ഓഫ് ഒ എച്ച് ആണെങ്കിൽ കോൺജുഗേഷൻ റിയാക്ഷൻ ഉണ്ടാകുന്നു. സോ റാപ്പിഡ് മെറ്റബോളിസം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഷോർട്ട് ഹാഫ് ലൈഫ് ആയിരിക്കും. സോ ഷോർട്ട് ആക്ഷൻ ഡ്യൂറേഷൻ വരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡ്രഗ് നമ്മളെ ബോഡിയിലേക്ക് എത്തുന്നതിന് മുന്നേ മെറ്റബോളിസം അല്ലേ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഞാൻ മെറ്റബോളിസം ഒന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഓറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ വയറ്റിനകത്ത് എന്ത് ചെയ്യുന്നു, ഗുളിക എത്തുന്നു. അതിനുശേഷം നമുക്കൊരു മ്യൂക്കോസൽ ബാരിയർ ഉണ്ട്. സോ മ്യൂക്കോസൽ ബാരിയർ ക്രോസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രഗ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ചാൽ ലിവറിൽ വരും അല്ലേ. ലിവറിൽ വന്നതിന് ശേഷം, ലിവർ ഉണ്ട് അവിടെ, പോർട്ടൽ വെയിൻ ഉണ്ട്. സോ ലിവറിൽ വന്നു കഴിയുമ്പോൾ അവിടെ കുറച്ച് ഡ്രഗ് ഡീഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്ട്രോയ് ആകും. സോ ഡിസ്ട്രോയ് ആവുമ്പോൾ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുക. സോ ഡ്രഗ് ഇത് കളഞ്ഞല്ലോ, ചീത്തയായി പോയല്ലോ. സോ അതിനുശേഷം ബാക്കി എത്ര എമൗണ്ട് വരുന്നോ അതേ നമ്മുടെ ബ്ലഡിലും ബ്രെയിനിലും അവൈലബിൾ ആവുള്ളൂ. ഓക്കെ. സോ ഇനി ശ്രദ്ധിച്ച് നോക്കിയേ. ഇനി ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് കോൺജുഗേഷൻ റിയാക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് റാപ്പിഡ് മെറ്റബോളിസം നടക്കുന്നു. അതായത് ഡ്രഗ് ഡീഗ്രഡേഷൻ ചെയ്യാനുള്ള ചാൻസ് പെട്ടെന്ന് നടക്കുന്നു. അപ്പോൾ ഷോർട്ട് ഹാഫ് ലൈഫ് ഉണ്ടാവുന്നു. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. ഇത് മനസ്സിലായില്ലേ സംഭവം? സോ ആബ്സെൻസ് ഓഫ് ഒ എച്ച് ഗ്രൂപ്പ് ആണെങ്കിൽ ഹാഫ് ലൈഫ് കൂടുന്നു, ലെസ് മെറ്റബോളിസം നടക്കുന്നു, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കിട്ടുന്നു. സോ ജസ്റ്റ് ഇത് ബേസിക് മെറ്റബോളിസം ഞാൻ പറഞ്ഞു, മെത്തേഡ് പറഞ്ഞു. സോ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. തേർഡ് പൊസിഷനിൽ വരുന്നത് സിമ്പിൾ അല്ലേ, ഭയങ്കര സിമ്പിളാണ്. ഒ എച്ച് ഗ്രൂപ്പ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒ എച്ച് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മെറ്റബോളിസം നടക്കുന്നു, ഷോർട്ടർ ഡ്യൂറേഷൻ വരുന്നു. ഇനി ഒ എച്ച് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. സോ സ്ട്രക്ചറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ സെക്കൻഡ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ presence of carbon group at the second position is required for optimal activity. So second പൊസിഷനിൽ കാർബൺ ആറ്റം അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് വേണ്ടത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ഒപ്റ്റിമൽ ആക്ടിവിറ്റി കിട്ടുള്ളൂ. ഒന്നും കൂടെ പറയാം. അതായത് സെക്കൻഡ് ഗ്രൂപ്പിൽ കാർബണൈൽ വരികയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഒപ്റ്റിമൽ ആക്ടിവിറ്റി. സോ സ്ട്രക്ചർ പഠിക്കണം. താഴെ നിന്ന് ഏതെങ്കിലും സ്ട്രക്ചർ പഠിക്കുക കേട്ടോ. It's very important. So in first position ആണ് substitution at the first position should be small example methyl group of optimum activity example diazepam. So first positionൽ methyl group വന്നു കഴിഞ്ഞാൽ optimum activity കിട്ടും. എക്സാമ്പിൾ ഡയസപ്പാം ആണ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ പൊസിഷൻസ് ഏതൊക്കെയെന്ന് നോക്കുക, എന്നിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടതെന്നും നോക്കുക. അതായിരിക്കും ഇച്ചിലൂടെ എളുപ്പം വരിക കേട്ടോ. അതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആ ബ്രീഫിലേക്ക് പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സോ ഫ്യൂഷൻ വിത്ത് ട്രൈ അസോൾ ഓർ ഇമിഡസോൾ റിംഗ് ആണ്. ഇത് എക്സ്ട്രാ പോർഷൻ ആണ്, പറ്റുവാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇഫ് എ ന്യൂക്ലിയർ ലൈക്ക് ട്രൈ അസോൾ ഓർ ഇമിഡസോൾ റിംഗ് ആർ ഫ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റിലോ സെക്കൻഡിലോ ട്രൈ അസോളോ അല്ലെങ്കിൽ ഇമിഡസോൾ റിംഗ് ഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി കൂടും എന്നുള്ളതാണ്. ഡയസപ്പാം റിംഗിൽ ട്രൈ അസോളോ അല്ലെങ്കിൽ ഇമിഡസോൾ റിംഗ് ഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റും സെക്കൻഡ് പൊസിഷനെങ്കിൽ എന്ത് ചെയ്യുന്നു, ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു. സച്ച് കോമ്പൗണ്ട് വിൽ ഗെറ്റ് മെറ്റബിളൈസ്ഡ് ബൈ ഹൈഡ്രോക്സിലേഷൻ ഓഫ് മീഥൈൽ ഗ്രൂപ്പ് ദ ട്രൈ അസോൾ ഓർ ഇമിഡസോൾ റിംഗ്. സോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഹൈഡ്രോക്സിലേഷനോ വഴി എന്ത് ചെയ്യുന്നു, മെറ്റബിളൈസേഷൻ നടക്കുന്നു. സോ നമുക്ക് ഫേസ് 1 ഫേസ് 2 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹൈഡ്രോക്സിലേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. സോ കൺവേർഷൻ ഇൻ ടു ആക്റ്റീവ് ഹൈഡ്രജൻ കോമ്പൗണ്ട് റെഡിലി കോൺജുഗേറ്റഡ്. സോ എന്താണ്, ഇതിന് നമ്മൾ ആക്റ്റീവ് ഹൈഡ്രജൻ കോമ്പൗണ്ടിലേക്ക് കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് റെഡിലി കോൺജുഗേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ അൽപ്രാസോളോം ആണ്. സോ ഇത് എക്സ്ട്രാ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഇത് പഠിച്ചാൽ മതി. ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പൊസിഷനിൽ വൈൻഡ് അപ്പ് ചെയ്യുക. ഓക്കെ. സോ സിമ്പിളാണ്, അധികമൊന്നും പറയാനില്ല. സോ നെക്സ്റ്റ് ഈസ് ക്ലോ ഡൈസപ്പോക്സൈഡ് ആണ്. സോ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ആൻറ്റി ആങ്സൈറ്റി സെഡേറ്റീവ് ആണ്. അപ്പറ്റൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ആണ്. വീക്ക് അനാൽജസിക് ആക്ഷൻ ആണ്. അക്യൂട്ട് ആൽക്കഹോൾ വിഡ്രോയിങ്. സോ നമുക്ക് ആൽക്കഹോളിക് ഒക്കെ പേഷ്യൻ്റ് ആണെങ്കിൽ ക്ലോ ഡൈസപ്പോക്സൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയുമാണ് എൻ്റെ മെഡിസിൻ ലീവ്സ് വരുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഡയസപ്പാം ആണ്.
സോ ഡൈസപ്പം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡറാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 5 മാർക്കിനൊക്കെ സിന്തസിസ് ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. മെഡിസിൻ യൂസ് ഡൈസപ്പാം ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റസ് എപ്പിലെപ്റ്റസ് ആണ്. സോ സ്പെസിഫിക് എപ്പിലെപ്സി എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ സ്കെൽട്ടൽ മസിൽ റിലാക്സൻ്റ് ആണ്. കൊടുത്തു കഴിഞ്ഞാൽ സ്കെൽട്ടൽ മസിലൊക്കെ റിലാക്സ് ചെയ്യുന്നു. ആൻറ്റി കൺവൾസൻ്റ് ആണ്. ആൻറ്റി ആങ്സൈറ്റി ഏജൻറ്റുമാണ്. സോ നെക്സ്റ്റ് സിന്തസിസ് ആണ്. 4-ക്ലോറോ അനിലിൻ പ്ലസ് ബെൻസോയിൽ ക്ലോറൈഡ് സിംഗിൾ ക്ലോറിൻ്റെ പ്രസൻസിൽ ഫ്രെഡൽ ക്രാഫ്റ്റ് അസറ്റൈലേഷൻ നടക്കുകയാണ് ചെയ്യുക. സോ അതിനുശേഷം സൈക്ലൈസേഷൻ അമോണിയ പ്രസൻസുകളിൽ ആൻഡ് ഫർദർലി ഫോമിങ് ഡൈസപ്പാമാണ്. സോ ഇതാണ് സിന്തസിസ്. ഭയങ്കര സിമ്പിൾ സിന്തസിസ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ കോമ്പൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സൈക്ലൈസേഷൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോ ഡൈസപ്പാമിൽ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ മാത്രമേ നോ ഡൈസപ്പാമിൽ പറ്റുള്ളൂ. 5 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ കോമ്പൗണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബേസിക് മെറ്റീരിയൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഏറ്റവും ഏതാണോ നിങ്ങൾക്ക് സിമ്പിളസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്സിസെപ്പമാണ് നമുക്ക് അക്യൂട്ട് ട്രെമുലിനസസ് ഇനർബിയേഷൻ ഓർ ആങ്സൈറ്റി അസോസിയേറ്റ് വിത്ത് ആൽക്കഹോൾ വിഡ്രോവൽ. സോ ഈ ആൽക്കഹോൾ വിഡ്രോവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രെമൻഡസ് ആയിട്ട് ഗിഡ്നെസ് ഒക്കെ കാണിക്കാനുള്ള ചാൻസ്, എൻ്റെ വിറയിലും അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കും. സോ അത് നമുക്ക് ഓക്സിസെപ്പം കൊടുക്കാൻ പറ്റും. സോ സ്ട്രക്ചർ നോക്കാം. ഭയങ്കര സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ്. എല്ലാം ചേട്ടനെയും ബന്ധം എന്ന് പറയുന്ന പോലെയുള്ളൂ. സോ നെക്സ്റ്റ് ക്ലോർ സെപ്പറേറ്റ് ആണ്, സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണ്. സോ നിങ്ങൾക്ക് എല്ലാ ഡ്രഗിലും സെഡേറ്റീവ് ഹിപ്നോട്ടിക് ചേർക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. കാര്യം എല്ലാം അതിൻ്റെ അണ്ടർ തന്നെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചേർക്കാം, ധൈര്യമായി ചേർക്കാം. ഇത് തന്നെ പഠിക്കാൻ ഓർമ്മ കിട്ടിയില്ലെങ്കിൽ. ആങ്സൈറ്റി ഡിസോർഡറിന് കൊടുക്കാറുണ്ട്, പാർഷ്യൽ സീഷർ, പിന്നെ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസിനും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊരു വാട്ടർ സോളിബിൾ ബെൻസോഡൈസെപ്പിൻ ഡെറിവേറ്റീവ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഈസ് ലൊറാസെപ്പാം ആണ്. സോ സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആണ്, ആങ്സൈറ്റി ഡിസോർഡറിന് കൊടുക്കാറുണ്ട്, ആൽക്കഹോൾ വിഡ്രോവലിനും കൊടുക്കാറുണ്ട്. സോ നെക്സ്റ്റ് ഈസ് അൽപ്രാസോളാം. കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രഗാണ്. ചാൻസ് ഉണ്ട് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇൻസോംനിയക്ക് കൊടുക്കാറുണ്ട്. ആങ്സോലൈറ്റിക് ഇൻ ഡോസ് ഓഫ് മില്ലിഗ്രാമിൽ കൊടുത്താൽ ആങ്സോലൈറ്റിക്കും കൂടെയാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സോൾപ്പിഡീം ആണ്. സോ സോൾപ്പിഡീം നോൺ ബെൻസോഡാസെപ്പീൻ ആണ്, ഹിപ്നോട്ടിക് ആണ്, ഇൻസോംനിയക്കും കൊടുക്കാറുണ്ട്, ഉറക്കമില്ലായ്മയും കൊടുക്കാറുണ്ട്. അമൈഡ്സ് ആൻഡ് ഇമൈഡ്സ് ഗ്ലൂട്ടത്തമൈഡ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. റോക്കറ്റ് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. റോക്കറ്റ് ഉണ്ട്, C6H5ഉം C2H5ഉം റോക്കറ്റിൻ്റെ ഡോറാണ്, അങ്ങനെ പഠിച്ചത്. ഹിപ്നോട്ടിക് ആണ്, എല്ലാ ടൈപ്പ് ഇൻസോംനിയക്കും കൊടുക്കാൻ പറ്റും. സ്ലീപ്പ് വിത്തൗട്ട് ഡിപ്രസിങ് റെസ്പിറേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്തുള്ള എല്ലാ ഹിപ്നോട്ടിക്സും ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. എവിടെ? റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്ലീപ്പ് കൊടുക്കുന്നു, വിത്തൗട്ട് ഡിപ്രഷൻ കൊടുക്കുന്നത് അമൈഡ്സ് ആൻഡ് ഇമൈഡ്സിലെ ഗ്ലൂട്ടത്തമൈഡ് ആണ്. ആൻഡ് ആൽക്കഹോൾ ആൻഡ് കാർബമൈഡ് ഡെറിവേറ്റീവിൽ മെപ്രോബമൈറ്റ് ആണ്. മെപ്രോബമൈറ്റ് സ്ലീപ്പ് കൊടുക്കുന്നുണ്ട്. ആങ്സൈറ്റി ടെൻസീവ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ആങ്സൈറ്റി ഉള്ള പേഷ്യൻസ് ഉണ്ട്, അവർക്ക് സ്ലീപ്പ് കൊടുക്കുന്നു. ആൻഡ് ആൻറ്റി കൺവൾസൻ മസ്കുലർ റിലാക്സൻ പ്രോപ്പർട്ടി ഉണ്ട്. നെക്സ്റ്റ് ഈസ് ട്രൈക്ലോറോഫോസോഡിയം ആണ്, ഹിപ്നോട്ടിക് സെഡേറ്റീവ് ആണ്. സോ ലാസ്റ്റ് വൺ ഈസ് പരാൾഡിഹൈഡ്. മെഡിസിൻ യൂസ് മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റലൈസ് പേഷ്യൻ അണ്ടർഗോയിങ് ആൽക്കഹോൾ വിഡ്രോവൽ. സോ ആൽക്കഹോൾ വിഡ്രോവൽ കാണിക്കുന്ന പേഷ്യൻ ഉണ്ടാവും, സിവിയർ ആൽക്കഹോളിക് വിഡ്രോവൽ. സോ അവർക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, പരാൾഡിഹൈഡ് കൊടുക്കാറുണ്ട്. സോ നെക്സ്റ്റ് ബ്രീഫിംഗ് ആണ്. SARന്റെ രണ്ടിൻ്റെയും, ബാർബിറ്റുറേറ്റ്സിൻ്റെയും ബെൻസോഡാസെപ്പിൻ്റെയും മിനിമം എന്തായിരിക്കണം ബ്രീഫിംഗ് വേണ്ടതെന്നുള്ളതാണ്. സോ അത് നിങ്ങളത് വായിച്ചോളുക. നമ്മൾ ഓൾറെഡി പഠിച്ചു. SAR അത്ര വലിയ പാടുള്ളതൊന്നുമല്ല, ഭയങ്കര സിമ്പിൾ SAR ആണ്. ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേയും അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതിന് മുന്നേയും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് SAR ആണോ, അല്ലെങ്കിൽ ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഭയങ്കര സിമ്പിളാണ്. ആ പൊസിഷൻസിൻ്റെയും അറ്റാച്ച്മെൻറ്റുകളും ഓരോന്നിൻ്റെയും യൂസുകൾ എങ്ങനെ വരും എന്ന് പഠിച്ചാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വിട്ട് കാണാം. ബൈ.